ക്രിസ്മസ് ഒരു പൊതുവായുള്ളൊരാഘോഷമായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഓണം സെലിബ്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ ക്രിസ്മസും എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിക്കും. അപ്പം നമ്മുടെ ഹന്നായിൻ്റെ നഴ്സറിയിൽ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് പോയത്. ചെന്നപ്പോൾ തന്നെ കുട്ടികളെയൊക്കെ ഒരുക്കി അവർ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഒന്നാമത് വൈറ്റോ റെഡോ ഡ്രസ്സിട്ടാണ് വിട്ടത്. പിന്നെ ക്രിസ്മസ് പക്ക കരച്ചിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉറക്കം തൂങ്ങി അങ്ങ് എത്തിയിട്ടുണ്ട്. പിള്ളേർ ഉറക്കുന്ന സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പോൾ കുട്ടി ആകെ അലമ്പാണ്. പിന്നെ വേറൊരു കുട്ടീനെ പിടിച്ച് ക്യാപ്പ് മാത്രം ഇട്ടിട്ട് കരോൾ പാടി പോകുന്നൊരു സീനാണിത്. ഓരോരുത്തർ പുതുതായി വന്ന പിള്ളേർക്കത് റൗണ്ട് ചുറ്റേണ്ട കാര്യത്തിനോടോ വലിയ ഇത് വന്നിട്ടില്ല. ഒരു റൗണ്ട് ചുറ്റി കഴിഞ്ഞപ്പോഴത്തേനും നഴ്സറി മുഴുവൻ ഒരു കൂട്ടക്കരച്ചിലിൻ്റെ അങ്ങ് അറ്റം എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പാരൻസ് അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അതിൻ്റെയും കൂടെ ഒരു ഫീലിങ്സ്. പക്ഷേ ഹന്ന ഫസ്റ്റ് ടൈം ആയെങ്കിലും അതിനോടൊക്കെ എന്തൊക്കെ ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് അവളങ്ങനെ അതിലങ്ങോട്ട് അത് കണ്ടു നിൽക്കുമായിരുന്നു. പിന്നെ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ പരിപാടിയാണ്. പാരൻസും ടീച്ചറും കൂടെ പെട്ടെന്ന് പേരൊക്കെ എഴുതി ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റെല്ലാം ഈക്വലായിട്ടുള്ള ഒരേ എമൗണ്ടിലുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഗിഫ്റ്റ് വാങ്ങിയത്. അന്നേരം ഇപ്പം നമുക്ക് ഗിഫ്റ്റിനിങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല, പൊതിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. പിള്ളേർ അങ്ങനത്തെയൊക്കെ നോക്കുന്ന ഒരു പ്രായമല്ലേ. അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടുന്നത് അങ്ങനെ എല്ലാവർക്കും ഒന്നും നിരത്തി കൊടുക്കുകയല്ല, സെയിം നമ്മൾ എങ്ങനെയാണോ ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുന്ന ആ ഒരു പോലെ തന്നെ. അങ്ങനെ ഹന്നായിൻ്റെ ഫ്രണ്ടിനെ കിട്ടി. ഫ്രണ്ടിനെ മേടിച്ച ഉടനെ നമ്മൾ പാരൻസ് നോക്കണം. ഹന്നായിൻ്റെ സൺഡേ സ്കൂളിലെ ഫ്രണ്ട്, ഫാമിലി ഫ്രണ്ട് ഇസബലിനെ തന്നെയാണ് ഹന്നായ്ക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ടും കിട്ടിയത്. അങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റ് വാങ്ങുക. ഇവർ വിഷ് ചെയ്യാനൊന്നും പിള്ളേർക്കറിയില്ല, പക്ഷെ നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഭാവിയിൽ അറിയുന്ന കാര്യമാണല്ലോ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് വിഷ് ചെയ്താണ് കൊടുക്കുന്നത്. വലത് കൈ കൊണ്ട് മേടിക്കുക, അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചറും ഹെൽപ്പറും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കണ്ടപ്പോൾ. പിള്ളേർ നമ്മളേതെങ്കിലും കൈ കൊണ്ടല്ലേ വാങ്ങുക, ഒരു വലത് കൈ കൊണ്ട് തന്നെ വാങ്ങണം, ചോക്ലേറ്റ് ആണെങ്കിലും. അങ്ങനെ ഹന്നായ്ക്കുള്ള ഹന്നായ്ക്കുള്ള ഗിഫ്റ്റും കിട്ടി. ഹന്നായിൻ്റെ ഫ്രണ്ട് ഹന്ന ഇസബലിനും ഗിഫ്റ്റ് കൊടുത്തു. ആ പിള്ളേർക്ക് അറിയില്ലല്ലോ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്, കൺഫ്യൂഷൻ. അങ്ങനെ തിരിച്ചു അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൈമാറി. എല്ലാ പിള്ളേരും അപ്പോൾ ഹാപ്പിയാണ്, കാരണം എല്ലാവർക്കും ഒരുപോലെയുള്ള സമ്മാനം. പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങനെ സംസാരിക്കില്ല കേട്ടോ. അങ്ങനെ അറിയാമെന്നല്ലാണ്ട് പള്ളിയിലൊക്കെ അറിയാൻ രണ്ടുപേരും ഒരു മിണ്ടാത്ത ടീമാണ്. അങ്ങനെ ചിലവർ വാങ്ങില്ല, അപ്പോൾ പിന്നെ പാരൻസ് നിർബന്ധിച്ച് വാങ്ങുക. ഓരോ കുട്ടികൾ ഓരോ ടൈപ്പ്. പിന്നെ അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് മുറിക്കുകയാണ്. ക്രിസ്മസിൻ്റെ കേക്ക് ഒരു 2 kg കേക്കാണ് പാരൻസിനും പിള്ളേർക്കും കൂടെ വാങ്ങിയത്. നമ്മളൊരു പിന്നെ പുൽക്കൂടും എൻ്റെ കണ്ടല്ലോ അല്ലേ, നാളെ ഞാൻ പറഞ്ഞില്ലേ ഒരു പുൽക്കൂട് ഞാൻ സെറ്റാക്കി മൂല ഇരിപ്പുണ്ട്. അതുപോലെ ട്രീ അവർ തന്നെ വാങ്ങി സെറ്റ് ചെയ്തു. എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അങ്ങനെ പാരൻസ് ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടെ കേക്ക് മുറിച്ചു. എല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ എല്ലാവരും കൂടെ ആഘോഷിക്കുന്നത് നല്ല കാര്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.